ഹലോ കൂട്ടുകാരെ, സ്മൈലി കിച്ചണിലേക്ക് ഏവർക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് മുന്തിരി അച്ചാറാണ്. വെള്ള മുന്തിരിയും കറുത്ത മുന്തിരി അച്ചാർ ഈ നോയമ്പ് കാലത്ത് നമുക്ക് ടേസ്റ്റ് ചെയ്യാനും പരീക്ഷിക്കാനും ഒക്കെ പറ്റിയ ഒരു അച്ചാറാണ്. ഞാൻ ആ അച്ചാർ തയ്യാറാക്കാനായിട്ട് ഒരു ഉരുളിയാണ് അടുപ്പിൽ വെച്ചിരിക്കുന്നത്. ഞാൻ അതിലേക്ക് നല്ലെണ്ണ ഒരു 100 ഗ്രാമോളം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നിരിക്കുകയാണ്. ഞാൻ അതിലേക്ക് ഒരു സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കടുകെല്ലാം പൊട്ടി വരുന്നുണ്ട്. അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ കടുകും ഉലുവ എല്ലാം പൊട്ടി വന്നു. ഇനി ഞാനിതിലേക്ക് വെളുത്തുള്ളി 150 ഗ്രാം, 100 ഗ്രാം ഇഞ്ചി, 4 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. നമുക്കിതിൻ്റെ പച്ചമണം എല്ലാം ഒന്ന് മാറി നല്ല ബ്രൗൺ കളറാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം മൂത്ത് വരുന്നുണ്ട്. ഇതിലേക്ക് ഞാനൊരു 2 ഉണക്കമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതും ഒരു അല്പം കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്കിത് നല്ലപോലെ ഇളക്കി നല്ല മൂപ്പിച്ചെടുക്കാം. നല്ല ബ്രൗൺ കളർ പോലെ ആക്കിയെടുക്കാം. പച്ചമണം മാറിയാൽ പോരാ, ഇത് നല്ലപോലെ ഒരു ബ്രൗൺ കളറായി വരണം. അങ്ങനെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നല്ല മൂത്ത് നല്ല ബ്രൗൺ കളറായി. ഞാൻ ആ തീ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണ്. ഞാൻ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ചേർക്കുന്ന പൊടി മുളക് പൊടി കാശ്മീരി ചില്ലി 150 ഗ്രാം, ഉലുവ പൊടി 1 സ്പൂണ്, മഞ്ഞൾപ്പൊടി 1.5 സ്പൂണ്. ഇത് ഞാനിതിലേക്ക് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് തീ കുറച്ച് വെച്ച് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുക. പച്ചമണം മാറിയാൽ പോരാ, നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ പൊടിയെല്ലാം നല്ല മൂത്ത് പച്ചമണം എല്ലാം മാറി നല്ല റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് തിളപ്പിച്ച വെള്ളം ഒരു 1/2 ലിറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ മസാല എല്ലാം തിളച്ച് നല്ലതായിട്ട് വരുന്നുണ്ട്. ഞാൻ ഇതിലേക്കൊരു 200 ഗ്രാമോളം വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 2 സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ അച്ചാറിൻ്റെ ഗ്രേവി എല്ലാം നല്ലതുപോലെ തിളച്ച് കുറുകിയ പരുവമായി. ഞാൻ ഇതിലേക്ക് മുന്തിരി ചേർത്ത് കൊടുക്കുകയാണ്. മുന്തിരി ചേർത്ത് നമുക്ക് അധികം നേരം തിളപ്പിക്കാനൊന്നും പാടില്ല, ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മതി. ഞാനിതിൽ എടുത്തിരിക്കുന്നത് കറുത്ത മുന്തിരിയും വെള്ള മുന്തിരിയാണ്. വെള്ള മുന്തിരിക്ക് ചെറിയ പുളിയുണ്ട്, കറുപ്പ് മുന്തിരിക്ക് ചെറിയ മധുരവും. അങ്ങനെ നമ്മുടെ മുന്തിരി അച്ചാർ തിളച്ച് വന്നു. നമ്മളിനി ഇതിലേക്ക് 1-2 സാധനങ്ങൾ ചേർക്കാനുണ്ട്, അതുകൂടി ചേർക്കുകയാണ്. ഒരല്പം ഒരു സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ ഒരല്പം കായം, ഒരു 1/2 ടീസ്പൂൺ കായം, ഒരു കുറച്ച് കറിവേപ്പില. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മുന്തിരി അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇതൊരു 2 ദിവസം നമുക്ക് എടുക്കാതെ വെക്കുക. അതിനുശേഷമാണ് ഇതിൻ്റെ പുളിയും മധുരവും എല്ലാം ഇതിലേക്ക് ഇറങ്ങുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ബൈ ബൈ.